ജനതയും ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകമേ പേരുമാനന്ദം തേടി വിജയിക്കനിന്തിരുനാമങ്ങൾ പാടി. നീ ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആറുണ്ട്. എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂൾ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നോണ്ട് എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാണോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ തലേദിവസം എല്ലാവരും ചെറുപാലം കഴിച്ചിട്ട് കടന്നാ പോരായിരുന്നോ? അപ്പൊ നല്ലപോലെ പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്തോ ഞാനോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഓ ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു. നീ മാർഗം നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എടാ ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അന്ന് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് മേടിച്ചിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ? എടാ ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈനാണോ? മാർക്ക് കുറവായത് കൊണ്ടാണ് ഈ ഷൂ എഴുതി വെച്ചേക്കുന്നത്. അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാടാ. നിന്റെ അച്ഛന്റെ ഒപ്പം ഒപ്പോട്ടെ. ഇത് നല്ല പഴുതാര പോന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛൻ ഇട്ടു സൂപ്പർ ഒപ്പടാ. ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛൻ ഒപ്പിട്ട് മേടിച്ചോണ്ട് പോരാ. ഇതിനകത്തോ? സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പടാ അത്. ഇല്ല ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അച്ഛൻ ഒന്ന് പറയടാ. ഞങ്ങളുടെ അച്ഛൻ നിനക്കറിയാമത്തോടെ പന്നിന്. അയ്യോ നിങ്ങളുടെ അച്ഛൻ സൂപ്പറാടാ. അല്ലെന്ന് പറഞ്ഞില്ല. ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോൾ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാ ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്തോ ഇത്? ഇന്ന് ബുധനാഴ്ചയല്ലേ? പറഞ്ഞ പോലെ ബുധനാഴ്ച ആയിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നുപോയി. അപ്പൊ നമുക്കേ അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ഇരിക്കെ സിറ്റ് ഡൗൺ. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? അല്ല പിന്നെ ഇവിടെ വന്നിരിക്കുവോ? എടാ ജീവനുണ്ടോ നീ ക്ലാസ്സിലെ? ഇല്ല അവൻ ടൂറ് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം. അനന്തു ഉണ്ടോ? പ്രസന്ന സാർ. നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ചിത എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? എടാ ഈ ക്ലാസ്സിലെ സഞ്ചിതയുണ്ടോ? സഞ്ചിത? സഞ്ചിതല്ല. അതും ടൂറ് പോയി കൊടുത്തില്ല. വരുണുണ്ടോ? വരുന്നില്ല. സാറ് പോയിക്കോ. ഞാനും ഒരു 4-4.5 ആയിട്ടേ ഉള്ളൂ. എടാ വരുണുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. അന്ന് അത് പറയണം. എന്തുവായാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ? അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരത്തില്ലയോ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലായിരുന്നു? എന്റെ അച്ഛനല്ല ഗൾഫിൽ, ഇവന്റെ അച്ഛനാ ഗൾഫിൽ. നിന്റെ വീട് പണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി. സാറേ വാർപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിരിയെ വിളിക്കുന്ന പേരാ തറ. ശരി അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടെന്നറിയാവോ? അഖിലേക്ക് വന്നോടാ മോനെ. പോയിട്ട് സ്റ്റാഫ് റൂമിന്റെ അവിടെ വലത് സൈഡിൽ ഒരു തടിയലമാര ഇരിപ്പുണ്ട്. കൊടുക്കാനാണോ? അതിന് മണ്ടക്കിന് ചൂടിരിപ്പുണ്ട്. പോയിട്ടുണ്ട്. നിനക്ക് വിഷയം അറിയണോ? എന്തുവാന്നില്ലേ? അവൻ വരട്ടെ. എടാ വിഷയം പറഞ്ഞോളാം സാറ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം. നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ വിഷയം? കേടാ ഇത് വല്ലാത്ത വിഷയം. ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഇനി അടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നോ? ഞങ്ങള് കണ്ടില്ല. എവിടെ എടുത്തോണ്ട് പോയി? എടാ ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ? ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്നേക്ക് രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും.
പശു അല്ലയോ തൊഴിച്ചേ? എടാ കർമ്മമെന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചോ. ഓ തൊഴിച്ചെന്നോ? ആ എടാ പറഞ്ഞു മനസ്സിലായോ? ആ. ഈ തൊഴിക്ക് പറയുന്ന കർമ്മമെന്നാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. അച്ഛൻ പണിയും കഴിഞ്ഞിട്ട് അങ്ങ് കർമ്മം ചെയ്യും, അമ്മയും കർമ്മം ചെയ്യും.